കോട്ടയം കുമരകത്ത് ചുഴലിക്കാറ്റിൽ വീട് തകർന്ന കുടുംബത്തിന് ആശ്വാസമായി സർക്കാർ. അടിയന്തര സഹായമായി 4 ലക്ഷം രൂപ നൽകുവാനാണ് തീരുമാനം. സർക്കാർ സഹായത്തിനൊപ്പം മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. പ്രാർത്ഥിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല. അന്നേരം ഷാജി പറഞ്ഞു ഇങ്ങോട്ട് കയറിക്കോ അമ്മയെന്ന് പറഞ്ഞു തീർന്നില്ല. പിന്നെ എന്നാ സംഭവിച്ചെന്ന് പോലും ഞങ്ങൾക്ക് അറിയാമല്ല. നോക്കുമ്പോൾ പേരെ അവിടെ പോയി കിടക്കുന്ന ഞങ്ങൾ കാണുന്നത്. മഴയ്ക്കൊപ്പം എത്തിയ കൊടുങ്കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര കാറ്റെടുത്തപ്പോൾ നൊമ്പരത്തോടെ നോക്കി നിൽക്കാനേ കുമരകം വടക്കേ കണ്ണങ്കേരി വീട്ടിൽ ദേവയാനിക്ക് കഴിഞ്ഞുള്ളൂ. മക്കളെയും ചേർത്തുപിടിച്ച് പെരുമഴയത്ത് വീടിനുള്ളിൽ കഴിഞ്ഞത് ഓർത്തെടുക്കുമ്പോൾ മകൻ ഷാജിക്കും ദുഃഖം നിയന്ത്രിക്കാനായിരുന്നില്ല. ഒരു മൂളിച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞ് അകത്ത് കയറുന്നു പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ സിനിമയിലെ കാണുന്ന പോലെ ഈ മേൽക്കൂര മേളിൽ കിടന്ന് കറങ്ങുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ മൊത്തം എൻ്റെ സമ്മതം അന്നേരം പോയി. ആ മൊത്തം ഞാൻ നിന്ന് നനിവായിരുന്നു. തിന്നു കഴിഞ്ഞ് എനിക്ക് എന്നാ ചെയ്യണമെന്ന് പോലും അറിയാൻ മേലത്തൊരവസ്ഥയായിരുന്നു. സങ്കടപ്പെടുത്തിയ വാർത്ത കേട്ടറിഞ്ഞാണ് സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവൻ ഇവരുടെ വീട്ടിലെത്തിയത്. അടിയന്തര സഹായമായി 4 ലക്ഷം രൂപ നൽകാനാണ് സർക്കാർ തീരുമാനം. വീട് നിർമ്മാണത്തിനായി മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുമരകം പ്രദേശത്തായിരുന്നു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. പ്രധാനമായും ഒരു പാടശേഖരത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന തുരുത്തിലുണ്ടായിരുന്നൊരു വീട് ഷാജിയുടെയും അതുപോലെ തന്നെ ദേവയാനിയുടെയും വീട് പൂർണ്ണമായി അതിൻ്റെ മേൽക്കൂര ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ടുപോയി. നമ്മളിന്ന് കാണുമ്പോൾ അതിഭീകരമാണ്. ആ ചുഴലിക്കാറ്റ് മേൽക്കൂരയിൽ ഒരംശം പോലും വെക്കാതെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അത്ര ഭയാനകമായിരുന്നു ആ ചുഴലിക്കാറ്റ്. അവരെല്ലാം പേടിച്ച് വിറച്ചുപോയി. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ഭിത്തിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. മേൽക്കൂര മുഴുവൻ പോയി. അതുപോലെ അവരുടെ എല്ലാ സാധനങ്ങളും താറുമാറായി. അവർക്ക് വാസയോഗ്യമല്ലാത്ത രൂപത്തിലേക്ക് ആ വീട് മാറിത്തീർന്നു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. അത് വളരെ പെട്ടെന്ന് വില്ലേജ് ഓഫീസറെ വിളിച്ചു വരുത്തി സാധാരണ ഇതിൽ നാച്ചുറൽ കലാമിറ്റിയിൽപ്പെടുത്തി കൊടുക്കാൻ സർക്കാർ സാറിന് തീരുമാനിക്കുന്ന ആശ്വാസ പദ്ധതി നടപ്പാക്കണമെന്ന രൂപത്തിൽ അവരോട് ആവശ്യപ്പെട്ടു. വില്ലേജ് ഓഫീസർ അതനുസരിച്ച് റിപ്പോർട്ട് കൊടുത്ത് കളക്ടറോടും വിളിച്ചു പറഞ്ഞു അത് അടിയന്തരമായി കൊടുക്കും. സാധാരണ നാച്ചുറൽ കലാമിറ്റിയുടെ ഇന്നത്തെ നോംസ് അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന 4 ലക്ഷം രൂപയാണ്. അത് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വീടെന്ന രൂപത്തിൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ടെന്നാണ് ഓഫീസർമാർ സൂചിപ്പിച്ചത്. അത് പോരാതെ വരുന്നത് ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി സഹായിക്കാം എന്ന രൂപത്തിൽ അവരോട് പറഞ്ഞു. അങ്ങനെ അവരെ സംരക്ഷിക്കും. കുമരകം മേഖലയിൽ ആഞ്ഞടിച്ച കാറ്റിൽ നാശം സംഭവിച്ച മറ്റിടങ്ങളിലും മന്ത്രി VN വാസവൻ സന്ദർശിച്ചു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.